നമസ്കാരം, ബോബി സ്റ്റോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാനൊരു വീഡിയോയുമായിട്ട് വന്നിരിക്കുന്നത് ഒരു അടിപൊളി പ്രൊഡക്റ്റിൻ്റെ അൺബോക്സിങ്ങുമായിട്ടാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വീഡിയോ ചെയ്യുന്ന യൂട്യൂബേഴ്സിനും വ്ളോഗ് ചെയ്യുന്നവർക്കും ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഇടുന്നവർക്കും ടിക്ടോക്കിൽ വീഡിയോ ഇടുന്നവർക്കും എല്ലാം പോക്കറ്റിൽ കൊണ്ടു നടക്കാവുന്ന ഒരു കുഞ്ഞൻ ക്യാമറയെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. അതിൻ്റെ അൺബോക്സിംഗ് ആണ്. ഞാനിവിടെ ഇന്ന് മേടിച്ച ഈ പ്രൊഡക്റ്റ് DJയുടെ ഓസ്മോ പോക്കറ്റ് 3 ക്രിയേറ്റർ കോംബോ എന്ന കുഞ്ഞൻ ക്യാമറയാണ് ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ സ്പെസിഫിക്കേഷനും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അതിൻ്റെ കൂടുതലായ ഡീറ്റെയിൽ ആയ വിവരങ്ങളെല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. ഞാൻ ഇങ്ങനെ ഒരു ക്യാമറ മേടിക്കണമെന്ന് കുറച്ച് നാളുകളായി ആലോചിക്കുന്നു. ഇറങ്ങിയിട്ട് 1 വർഷം ആയ ഒരു പ്രൊഡക്റ്റാണ്. എങ്കിലും ലോകത്തിൽ നിന്ന് ഏറ്റവും പ്രചാരമേറിയ യൂട്യൂബേഴ്സിൻ്റെയും വ്ളോഗേഴ്സിൻ്റെയും ഒക്കെ ആഗ്രഹമായ ഒരു ക്യാമറയാണ് ഈ കുഞ്ഞൻ ക്യാമറ. ഞാൻ ഒരുപാട് യാത്രകളൊക്കെ ഇഷ്ടപ്പെടുന്ന യാത്ര ചെയ്യുന്നയാളുമാണ്. പല രാജ്യങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് വലിയ ക്യാമറ പലയിടത്തും ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടാണ്. മൊബൈലാണെങ്കിൽ സാംസങ്ങിൻ്റെ ഫോൾഡിൻ്റെ ഒരു ഫ്ലിപ്പ് ആയിട്ടുള്ളൊരു ഫോണാണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ അത് നമുക്ക് എപ്പോഴും ഉപയോഗിക്കുന്നതിന്, വലുതായിട്ട് പിടിക്കുന്നതിന് ഉപയോഗിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഞാനിത് കുറച്ച് നാളുകളായി ഈ സാധനം മേടിക്കണമെന്ന് ആലോചിച്ചിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് ആ ആഗ്രഹം സാധിച്ചു. അപ്പോൾ ഞാനിന്ന് അതിൻ്റെ അൺബോക്സിങ്ങിലേക്ക് പോവുകയാണ്. നിങ്ങളെ അതിൻ്റെ വിശദമായ വിവരങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ പാക്കറ്റ് ഓപ്പൺ ചെയ്യാൻ പോവാണ്. അത് DJയുടെ ഈ ചെറിയ ക്യാമറ നമുക്ക് എല്ലാ സ്പെസിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിലിൻ്റെ ബാർകോഡ് അതുപോലെ കാര്യങ്ങളെല്ലാം ഉണ്ട്. നമ്മളത് ഉപയോഗിച്ചിട്ടില്ല. നമുക്കത് അൺബോക്സ് ചെയ്യാം. അതിൻ്റെ സ്റ്റിക്കർ ഇവിടെയുണ്ട്. അതിൻ്റെ സ്റ്റിക്കറുണ്ട്. ആ സ്റ്റിക്കർ എടുത്ത് നമുക്ക് തുറന്ന് അതിലൊരു പാക്കറ്റ്, ഇതിൻ്റെ ക്യാമറ ഇരിക്കുന്ന ഒരു കവർ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസിൻ്റെ പേപ്പേഴ്സാണ്. എൻ്റെ കാറ്റലോഗ്സ്, അതുപോലെ തന്നെ DJ സ്റ്റോറി എന്നുള്ള അതിൻ്റെ ഒറിജിനൽ ബാർകോഡുകളുണ്ട്. നമുക്ക് അതുമായിട്ടേക്ക് പിന്നെ ഇതിൻ്റെ കാറ്റലോഗ്സ് ആണ്. DJയുടെ ഒരു സ്റ്റിക്കർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഇതിനകത്ത് നിന്ന് കിട്ടിയിരുന്നത്. ഇങ്ങനെയൊരു പാക്കറ്റിലാണ് നമുക്ക് ഈ ക്യാമറ കിട്ടിയിരിക്കുന്നത്. അതിൽ DJയുടെ ഒരു ലോഗോ കൊടുത്തിട്ടുണ്ട്. നല്ല ഒരു അതിൻ്റെ ബാർകോഡും കാര്യങ്ങളും എല്ലാം കൂടെ നമുക്ക് ഇത് തുറക്കാം. ഇന്ന് DJ ഓസ്മോ പോക്കറ്റ് 3യുടെ ഈ പാക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞത് DJയുടെ എപ്പോഴും കാണുന്ന ഒരു കവറാണ്. DJയുടെ ലോഗോ ഒക്കെ ഉള്ളൊരു കവറാണ്. ഇത് വാട്ടർ റെസ്ട്രിക്ഷൻ കവറാണ്, റെസ്ട്രിക്റ്റഡ് കവറാണ്. ഇതിന് DJയുടെ എല്ലാ നോർമൽ പ്രൊഡക്റ്റുകൾക്കും ഈ ഒരു കവർ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം നമുക്ക് DJയുടെ ഓസ്മോ പോക്കറ്റ് 3 എന്ന ക്യാമറയാണ് ഈ കാണുന്നത്. ഇതാണ് ഓസ്മോയുടെ പോക്കറ്റ് 3 ക്യാമറ. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് വരുന്നത് ഒരു C ടൈപ്പ് കേബിൾ നമുക്ക് കാണാൻ സാധിക്കും. അതിനോടനുബന്ധിച്ച് ഇതിൻ്റെ ഹാൻഡിൽ, നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ കിട്ടുന്നൊരു ഹാൻഡിലുണ്ട്. ഇതിനോടത്ത് ഹാൻഡിൽ വിത്ത് ബാറ്ററി രണ്ടും കൂടെ കൂടിയ ഒരു ഇതാണ്. പിന്നീടുള്ളത് ഇതിൻ്റെ മൈക്കാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ മൈക്ക് വരുന്നുണ്ട്. അതോടനുബന്ധിച്ച് ഇതിൻ്റെ കൂട്ടത്തിൽ മാഗ്നറ്റിക്കും, നമുക്ക് DJയുടെ ഒരു മാഗ്നറ്റിക്കും ഇതിനോട് കിട്ടുന്നുണ്ട്. പിന്നീടുള്ളത് ഒരു പ്രൊട്ടക്റ്റീവ് കവറാണ് DJയുടെ. ഇതൊരു ട്രൈപ്പോഡാണ്. നമുക്ക് സ്റ്റാൻഡായിട്ട് ഉപയോഗിക്കാനും നമുക്ക് സാധിക്കും. നമുക്കത് കയ്യിൽ ഇതിന് കണക്ട് ചെയ്തിട്ട് നമുക്ക് ഇത് ചെയ്യാനും പറ്റിക്കും. DJയുടെ ഒരു ലോഗോ ഒക്കെ ഇവിടെ കാണുന്നുണ്ട്. അടുത്തൊരു വിൻസ്ക്രീനാണ് നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ കിട്ടുന്നത്. നമ്മുടെ സൗണ്ടുകളൊക്കെ ഒന്ന് റെസ്ട്രിക്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള വിൻസ്ക്രീന്. പിന്നെ ഒരു വൈഡ് ആംഗിൾ ലെൻസ് നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ കിട്ടുന്നുണ്ട്. നമുക്ക് വൈഡായിട്ട് ഇത് കണക്ട് ചെയ്യാൻ പറ്റുന്ന. പിന്നെ അതുപോലെ തന്നെ റിസ്ട്രാപ്പ്, ഇതിൻ്റെ കൂട്ടത്തിൽ റിസ്ട്രാപ്പ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ പാക്കറ്റിനുള്ളിൽ വന്നിരിക്കുന്ന ഐറ്റംസ്. നമുക്കിതൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. ഇതിൻ്റെ ഹാൻഡിലാണ്. നമുക്ക് ഈ ഹാൻഡിൽ നമുക്കിവിടെ പ്ലഗ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഇതിൻ്റെ ഹാൻഡിലേക്ക് പോവാണ്. ഇതിൻ്റെ ഒരു സ്വിച്ചാണ്. ഈ സ്വിച്ച് ഇവിടെ ഞെക്കി കഴിഞ്ഞാൽ ഈ ലോക്ക് ഇവിടെ അഴിഞ്ഞു വരും, താഴോട്ട് പോരും. നമുക്ക് ഊരിയെടുക്കാൻ പറ്റും. വീണ്ടും പ്ലഗ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഓട്ടോമാറ്റിക്കലി 2 സൈഡിലും ലോക്കാവും. ഇവിടെ ഇതിൻ്റെ USB, ഇത് നമ്മുടെ SD കാർഡ് ഇടുന്ന പോർട്ടാണ്. ഇത് നമുക്ക് ഇതിൻ്റെ ഒരു ട്രൈപ്പോഡുണ്ട്. ആ ട്രൈപ്പോഡ് നമുക്കിവിടെ കണക്ട് ചെയ്ത് നമുക്കിതിൻ്റെ ഒരു ഇത് വരാം. ഇതിൻ്റെ USB പോർട്ട് പുറയിലാണ് വരുന്നത്. നമുക്ക് സ്റ്റാൻഡായിട്ട് നമുക്ക് ഉപയോഗിക്കാം. നമുക്ക് അഴിച്ച് ഇത് മാറ്റി. ഇതിൻ്റെ ബാറ്ററി വിത്ത് സ്റ്റാൻഡുണ്ട്. അതും ഇതേ സെയിം പ്രൊസീജിയറാണ്. നമുക്കിതിൻ്റെ സ്വിച്ച് ഉണ്ട്, അതിൻ്റെ സൈഡുണ്ട്. ഇത് ബാറ്ററി കുത്തിയപ്പോൾ നമുക്ക് ചാർജ് ഇതിനകത്ത് കാണിക്കാൻ പറ്റുന്നുണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് കുറച്ചും കൂടെ നീളം കൂട്ടിക്കൊണ്ട് നമുക്ക് ഇതിൻ്റെ ട്രൈപ്പോഡ് നമുക്ക്
പിടിക്കാം. എന്നിട്ട് നമുക്ക് ഇവിടെ സ്റ്റാൻഡായിട്ട് വെക്കാം. നമുക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതിന് ഒരു സ്വിച്ച് മോഡ്, പിന്നെ ഇതിനൂടെ നമ്മുടെ സ്ക്രീൻ സൂം ചെയ്യാനും പിടിക്കാനും ഒക്കെ ഉള്ള ഒരു സംഭവമാണ്. മുകളിലിട്ട് ഇതായിട്ട് മെല്ലെ സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ അത് സൂം ചെയ്യാനുള്ള ഒരു സ്വിച്ചാണ്. ഒരു റൈറ്റ് ഹാൻഡ് കൊണ്ട് നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും. ഇതിൻ്റെ സ്ക്രീന് നമുക്ക് ഓൺ ചെയ്യാം. ഇത് നമുക്ക് വെർട്ടിക്കലായിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കും. നമുക്ക് പെട്ടെന്ന് തന്നെ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓൺ ആവും. ഇത് ഓഫായിരിക്കും, പെട്ടെന്ന് തന്നെ ഓഫായി പോകും. നമുക്ക് ജസ്റ്റ് ഓൺ ആക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് റൊട്ടേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി തന്നെ ഓൺ ആവും. ഇവിടെ അല്ലെങ്കിൽ ചിലപ്പോൾ ലോക്ക് വീണ് കിടക്കും. നമ്മൾ ഓൺ ചെയ്തപ്പോൾ ബാറ്ററി 100% എന്ന് കാണിക്കുന്നു. നമുക്ക് ലാംഗ്വേജ് സെലക്ട് ചെയ്യണം. നമ്മൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ പിന്നെ കാണിക്കുന്നവരുടെ ഓസ്മോ പോക്കറ്റ് 3യുടെ ബാർകോഡും കാര്യങ്ങളൊക്കെ ഡിവൈസ് നെയിം അത് കാണിക്കുന്നുണ്ട്. അപ്പം അതിനകത്ത് നമുക്ക് സ്വൈപ്പ് ചെയ്യാൻ വേണ്ടിയാണ്, വലത്തേക്ക് സ്വൈപ്പ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നു. നമ്മൾ സ്വൈപ്പ് ചെയ്തപ്പോൾ നമ്മുടെ ക്യാമറ ഓൺ ആയിട്ടുണ്ട്. ഫ്ലിപ്പ് ചെയ്യാൻ സാധിക്കുന്നു. ഇതാണ് ഇത് ക്യാമറ. നമുക്ക് വെർട്ടിക്കലിൽ എടുക്കണമെങ്കിൽ വെർട്ടിക്കലിൽ, ഹൊറിസോണ്ടൽ എടുക്കണമെങ്കിൽ ഹൊറിസോണ്ടൽ നമുക്ക് കണ്ടിന്യൂസ് ഇത് ഹൊറിസോണ്ടൽ വെച്ചാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഓഫായി കിട്ടും. ഈ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് 3 ആക്സിസ് ജിംബൽ സ്റ്റെബിലൈസർ ഉണ്ട്, ഇതാണ്. പിന്നെ 1 ഇഞ്ചിൻ്റെ കോസ്മോ സെൻസർ ഇതിനുണ്ട്. അതുപോലെ തന്നെ 4K 120 റെസൊല്യൂഷൻ ഇതിന് വരുന്നുണ്ട്. 2 ഇഞ്ചിൻ്റെ റൊട്ടേറ്റബിൾ സ്ക്രീന് വരുന്നുണ്ട്. ഇതാണ് എൻ്റെ സ്ക്രീന്. സ്മാർട്ട് ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ ഷൂട്ടിങ്ങിനകത്ത് പറ്റും. 166 മിനിറ്റ്സ് ബാറ്ററി ഇതിൻ്റെ ലൈഫ് ഉണ്ട്. അത് എത്രയും വേഗത്തിൽ ചാർജ് ചെയ്യും. ഏകദേശം 10-15 മിനിറ്റിനുള്ളിൽ ഇതിൻ്റെ ബാറ്ററി പെട്ടെന്ന് ചാർജ് ആവും. പിന്നെ ഇതിനിട്ട് USB പോർട്ട് C ടൈപ്പ് കേബിളാണ് ഇതിനടങ്ങിയിരിക്കുന്നത്. പിന്നെ വൈഫൈ ആൻഡ് ബ്ലൂടൂത്ത് ഇതിന് സപ്പോർട്ടഡ് ആണ്. ഇതാണ് ഈ ക്യാമറയുടെ ഒരു കീ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ അവിടെ ഉള്ളത് നമ്മുടെ ഇതിൻ്റെ ഒരു DJIയുടെ ഒരു മൈക്കാണ്. ഇത് 2 ട്രാൻസ്മിറ്റർ വയർലെസ് മൈക്രോഫോൺ വിത്താണ് വോയിസ് റെക്കോർഡിങ്. അതായത് അതുപോലെ തന്നെ ഇതിന് കൂട്ടത്തിലൊരു വിൻസ്ക്രീൻ, പ്രൊട്ടക്ഷൻ വിൻസ്ക്രീൻ വരുന്നുണ്ട്. നമ്മുടെ നോയ്സൊക്കെ നമുക്ക് ഇത് ചെയ്യാൻ പറ്റുന്ന അത് നമുക്കിവിടെ കൺട്രോൾ ചെയ്യാൻ പറ്റും. നമുക്ക് ഇവിടെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ നോയ്സൊക്കെ ഒരു പരിധി വരെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ക്ലിപ്പ് ഇതിൻ്റെ വരുന്നുണ്ട്. നമുക്ക് ക്ലോത്തിലൊക്കെ നമുക്ക് ഇത് ചെയ്യാനുള്ളത് നമുക്ക് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഹാങ് ചെയ്ത് വെക്കാൻ പറ്റും നമുക്ക്. ഓക്കെ, ഈ മൈക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്. ആ സ്വിച്ച് ഒന്ന് ജസ്റ്റ് ഓൺ ചെയ്ത് കൊടുത്താൽ മതി. ഓൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ക്യാമറയായിട്ട് അത് കണക്റ്റ് ആവും. ഇത് വയർലെസ് ത്രൂ ആണ് ഇത് കണക്ഷൻ ഇതിൻ്റെ വരുന്നത്. നല്ല ക്വാളിറ്റി റെക്കോർഡിംഗ് ഓഡിയോ ആണ്. അതിന് കൂട്ടത്തിൽ നമ്മുടെ നോയ്സ് ഒക്കെ നമുക്ക് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഇതൊന്ന് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് പുറത്തു നിന്ന് വരുന്ന ഈ നോയ്സുകളെല്ലാം നമുക്ക് ഒഴിവായി കിട്ടും. ഇതാണ് മൈക്ക് ഇതിന് കണക്ട് ചെയ്യാന്നുള്ള ഒരു ഓപ്ഷൻ. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു വന്നപ്പം വിട്ടുപോയൊരു കാര്യമാണ്. നമ്മളിത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു സെലക്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരുമായിരുന്നു. ആ ഓപ്ഷൻ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ DJIയുടെ ഒരു ബാർകോഡാണ് വരുന്നത്. ആ ബാർകോഡ് നമുക്ക് നമ്മുടെ DJIയുടെ സൈറ്റിൽ പോയിട്ട് അതിൻ്റെ ആപ്പ് നമുക്ക് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ അല്ല, എല്ലായിടത്തും ഒന്നും അവൈലബിൾ അല്ല. അപ്പോൾ DJIയുടെ സൈറ്റിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ആ ആപ്പ് കണക്റ്റ് ആയി കഴിയുമ്പോഴത്തേനും ആ ലൊക്കേഷൻ കറക്റ്റായിട്ട് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ, അതായത് നമ്മുടെ ഫോൺ ലൊക്കേഷനും ഓൺ ആയിരിക്കണം, അല്ല എന്നുണ്ടെങ്കിൽ ആപ്പ് വർക്ക് ചെയ്യത്തില്ല. അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്ത് നമുക്ക് ഇൻസ്റ്റാൾ ആയി കഴിയുമ്പോഴത്തേനും ഇത് തമ്മിലുള്ള പെയർ, ഇതിൻ്റെ ഒരു ബാർകോഡ്, സീരിയൽ നമ്പർ എല്ലാം കൂടെ ഓട്ടോമാറ്റിക്കലി ഇവിടെ തെളിഞ്ഞു വരും. അപ്പോൾ അത് നമുക്ക് മൊബൈലിലും കിട്ടും. അത് രണ്ടും കൂടെ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇത് കണക്റ്റ് ആവും. പിന്നെ നമുക്ക് ലോഗിനും ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇവിടെ എന്ത് വീഡിയോ എടുക്കുന്നോ ആ വീഡിയോ തന്നെയാണ് നമുക്ക് ആ വീഡിയോ തന്നെ അതിനകത്തും നമുക്ക് കിട്ടും. നമുക്ക് വൈഡ് റേഞ്ചിൽ നമുക്ക് മൊബൈലിൽ കൂടെ ഈ വീഡിയോ നമുക്ക് കാണുകയും ചെയ്യാം. പിന്നെ നമ്മൾ ഇതിനകത്തേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതിനകത്തൊരു നിങ്ങൾക്ക് കാണാം ഫോട്ടോ മോഡ്, അതായത് വീഡിയോ മോഡ്, പനോരമിക് മോഡ് എന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇതെല്ലാം നമുക്ക് ഈ ഓട്ടോമാറ്റിക്കലി നമുക്ക് സ്വിച്ച് ചെയ്ത് നിൽക്കുന്ന ഒരു വൈഡ് ആംഗിൾ റേഞ്ചിലൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ പനോരമ മോഡിലേക്ക് പോകണം. പിന്നെ ഫോട്ടോ മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിക്ചർ നമുക്ക് ഫോട്ടോ എടുക്കാനുള്ള സാധിക്കുന്നുണ്ട്. പിന്നെ വീഡിയോ മോഡുണ്ട്. നമ്മുടെ 4K റെസൊല്യൂഷനിലൊക്കെ 120 FPS നമുക്ക് ഒരു സ്ലോ മോഷനിലൊക്കെ നമുക്ക് സിനിമാറ്റിക് വീഡിയോ ഒക്കെ നമുക്ക് എടുക്കാൻ സാധിക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇതിൻ്റെ ജിംബലിൻ്റെ
ഒക്കെ ഇതിൻ്റെ സെറ്റിങ്സ് ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഫ്ലോ മോഡിലും ടൈറ്റിൽ ലോക്ക് ചെയ്യുന്നതൊക്കെ ആയിട്ട് നമുക്ക് FP മോഡിലുമൊക്കെ ഫുൾ മൂവ്മെൻറ്റും ഒക്കെ നമുക്ക് ഡൈനാമിക് ഷോട്ടൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ FP മോഡിലൊക്കെ പോകണം. പിന്നെ ചാനൽ ലെവലൊക്കെ നമുക്ക് നോക്കാം. പിന്നെ ട്രാക്ക് ചെയ്യാൻ സ്മൂത്ത് ട്രാക്കിംഗ് ഒക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കും. പിന്നെ ഇതിലിവിടെ ഒരു സെൽഫി മോഡുണ്ട്. ആ സെൽഫി മോഡിലൊക്കെ നമുക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഫേസിന് നേരെ ഇത് നമുക്ക് തിരിഞ്ഞ് വരും, ഈ ജിമ്പിൾ തിരിഞ്ഞ് വരും. അതുപോലെ തന്നെ നമുക്ക് വേറൊരു ഓപ്ഷൻ ഉണ്ട് ഇതിനകത്ത്. നമുക്ക് ഫേസ് ഡിറ്റക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നമുക്കത് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എതിലേ പോയി കഴിഞ്ഞാലും ഈ ക്യാമറ ആ ഫേസിനെ ലുക്ക് ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ എന്തായാലും നമ്മുടെ കൈയുടെ ഷെയ്ക്കോ കാര്യങ്ങളൊന്നും നമുക്ക് അറിയുന്നില്ല. അപ്പം ഈ ഒരു ക്യാമറ നല്ല ഒരു ക്യാമറയാണ്. നമുക്ക് കയ്യിൽ കൊണ്ട് നടക്കാവുന്ന അല്ലെങ്കിൽ പോക്കറ്റിൽ ഇട്ടുകൊണ്ട് നടക്കാവുന്ന ഒരു ക്യാമറയാണ്. പിന്നീടുള്ളത് നമുക്ക് ഇതിൻ്റെ ഡേറ്റയൊക്കെ ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. ഡേറ്റ ട്രാൻസ്ഫറിങ് ഒക്കെ ഉണ്ട്. ആ ഡേറ്റ നമുക്ക് എടുക്കാൻ ഉപയോഗിക്കുമ്പോൾ ഇതിന് ഇവിടെ ഒരു SD കാർഡ് നമുക്ക് ഇവിടെ ഇടണം. ഈ SD കാർഡ് ഇടുക എന്ന് പറഞ്ഞാൽ മൈക്രോ SD കാർഡാണ് നമുക്ക് ഇതിനകത്ത് ഉപയോഗിക്കേണ്ടത്. മൈക്രോ SD കാർഡ് നിങ്ങളുടെ ശ്രദ്ധയ്ക്ക്. മൈക്രോ SD കാർഡിൻ്റെ കപ്പാസിറ്റികൾ V10, V30, V60, V90 വരെയുള്ള കാർഡുകളുണ്ട്. ഫോട്ടോ ഷൂട്ടിന് വേണ്ടിയൊക്കെയുള്ള ആ കാർഡുകളാണ് ഇടേണ്ടത്. അതിൽ മിനിമം V30 വരെയുള്ള കാർഡ് ഇടാം. നിങ്ങൾക്ക് അതിനകത്ത് മുകളിലേക്ക് ഇടുന്നതിന് കുഴപ്പമില്ല. പക്ഷേ V30 ആണ് നമുക്ക് ഇതിനകത്ത് ഇടേണ്ടത്. അതുപോലെ തന്നെ പിന്നെ ഇതിൻ്റെ ഈ കാർഡിൻ്റെ കപ്പാസിറ്റി 128 GB മുതൽ 128 GB ഉണ്ട്. ഇതിന് താഴെയുണ്ട്. അതുപോലെ തന്നെ 256 GB എങ്കിലും മിനിമം ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ലോങ് ഒരു 3, 4, 5 ദിവസമൊക്കെ പോകുന്നിടത്ത് ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ 256 GB എങ്കിലും മിനിമം ഉള്ള കാർഡ് നിങ്ങൾ മേടിക്കാൻ ശ്രമിക്കുക. കാർഡിനൊക്കെ നല്ല വിലയുണ്ട്. ഈ ക്രിയേറ്റർ കോംബോയ്ക്ക് നാട്ടിൽ ഇതിൻ്റെ വില ഏകദേശം 70,000 രൂപയുടെ അടുത്ത് വരും. ആമസോണിൽ ഇത് അവൈലബിൾ ആണ്. ഞാനിത് മേടിച്ചിരിക്കുന്നത് ബഹ്റിനിൽ നിന്നാണ്. ബഹ്റിനിൽ ഇതിന് 285 BD ആണ് ഇതിൻ്റെ വില. 285 BD ആണ്. നാട്ടിൽ ഏകദേശം സെയിം നമ്മുടെ ഈ 70,000 അടുത്ത് അത്ര തന്നെ ഇല്ലെങ്കിൽ പോലും അവിടുത്തെ ടാക്സും ഇവിടുത്തെ ടാക്സുള്ള ഡിഫറൻസ് ഉള്ളവരുണ്ട്. ഒരു 10,000, 5,000 അല്ലെങ്കിൽ 10,000 രൂപയുടെ വ്യത്യാസം കണ്ടു വന്നിട്ടുള്ളൂ. 285 BD ആണ് നമുക്ക് വന്നിരിക്കുന്നത്. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളുമായിട്ട് വീണ്ടും ഒരു വീഡിയോയിൽ നമ്മൾ വരുന്നതാണ്. ഇപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു.